ഓപ്പറേഷൻ സിന്ദൂറിനോട് ഉപമിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പ്രശംസിച്ചിരിക്കുകയാണ് ഇന്ത്യൻ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്. ഏഷ്യ കപ്പ് വിജയത്തെക്കുറിച്ചുള്ള ഈ മോദിയുടെ പരാമർശത്തിന് അദ്ദേഹം നൽകുന്ന മറുപടി രാജ്യത്തിന്റെ നേതാവ് തന്നെ ഫ്രണ്ട് ഫൂട്ടിൽ ബാറ്റ് ചെയ്യുന്നു എന്നതായിരുന്നു. देश के लीडर खुद बैटिंग करते हैं फ्रंट फुट पे, ऐसा लग रहा था उन्होंने स्ट्राइक ली और रन बनाए. बहुत अच्छा लगा देख के. और जब सर ही आगे खड़े हैं सबके तो फिर प्लेयर्स तो खुल के खेलेंगे ना. വിശദാംശങ്ങളുമായി MG മിഥുൻ ചേരുമ്പോൾ, മിഥുൻ, ഇതിലിപ്പോൾ ഈ കപ്പ് ലഭിക്കാത്തതിലുള്ള കോൺട്രവേഴ്സി നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അതോടൊപ്പം പ്രധാനമന്ത്രിയുടെ ആശംസ, അതിന് സൂര്യകുമാർ യാദവ് നൽകിയ മറുപടി. പക്ഷേ ഈ കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്ത് നിന്ന് ഇതുവരെയും ഈ ടീമിന് പ്രശംസയൊന്നും ഉണ്ടാകുന്നില്ല എന്നതൊരു രാഷ്ട്രീയ ചർച്ചയായി മാറുന്നുണ്ടല്ലോ. എന്താണ് അതിന് കോൺഗ്രസ് നൽകുന്ന മറുപടി? അഭിലാഷ്, വളരെ വലിയ വിവാദങ്ങളായിരുന്നു ഈ ഏഷ്യ കപ്പ് തുടങ്ങിയത് മുതൽ നമ്മൾ കാണുകയും ചെയ്തു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഏഷ്യ കപ്പ് പൂർത്തിയായതിനു ശേഷവും വിവാദങ്ങൾ ഒട്ടും തന്നെ കെട്ടടങ്ങുന്നില്ല എന്നുള്ളത് തന്നെയാണ് പുതിയൊരു വിവാദം BJP മുന്നോട്ട് വെക്കുന്നത്. അതായത് രാജ്യമെമ്പാടും ഏഷ്യ കപ്പിലെ വിജയം അത് ആഘോഷിക്കുമ്പോൾ കോൺഗ്രസും ഒപ്പം തന്നെ ഇന്ത്യ സഖ്യവും ഇതിനോട് മുഖം തിരിച്ചു നിൽക്കുന്നു എന്നുള്ള ഒരു ആരോപണവുമായാണ് BJP രംഗത്ത് വരുന്നത്. അതായത് ഓപ്പറേഷൻ സിന്ദൂറുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് ഓപ്പറേഷൻ തിലക് എന്ന പേരിൽ ഒരു അഭിനന്ദന പ്രവാഹം എന്ന രീതിയിൽ BJP ട്വിറ്റർ ഹാൻഡിലുകളിലും മറ്റ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലുമൊക്കെ വലിയ രീതിയിൽ ഇതിനെ ആഘോഷമാക്കുമ്പോൾ ഒരു തരത്തിലുമുള്ള പ്രതികരണം കോൺഗ്രസ് നടത്താത്തത് എന്തുകൊണ്ട് എന്നുള്ള ചോദ്യമാണ് BJP നേതാക്കൾ ഉന്നയിക്കുന്നത്. അമിത് മാളവ്യ അടക്കമുള്ള നേതാക്കൾ ഇതുമായി ബന്ധപ്പെട്ട് പരസ്യ പ്രസ്താവനയുമായി രംഗത്ത് വരുന്ന കാഴ്ചകൾ നമ്മൾ കാണുകയും ചെയ്തു. അതായത് ഇതിൽ നമ്മൾ നോക്കിക്കാണേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് കളിക്കളത്തിലെ ജയം അതൊരു രാഷ്ട്രീയമാക്കി മാറ്റിക്കൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഓപ്പറേഷൻ സിന്ദൂറുമായി ഇതിനെ താരതമ്യപ്പെടുത്തി പറയുമ്പോൾ അതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് നടത്തുന്ന നീക്കത്തെ, BJPയുടെ നീക്കത്തെ ചെറുക്കുന്നതിന് വേണ്ടിയാണോ ഇങ്ങനെ ഒരു നടപടി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു നിലപാട് കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്നു എന്നുള്ള കാര്യം നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. അങ്ങനെ ഒരു നീക്കം തന്നെയാണ് സ്വാഭാവികമായും ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവർ സ്വീകരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ അതിരൂക്ഷമായ വിമർശനം ഇതിനെതിരെ നേതാക്കൾ നടത്തുന്നുണ്ട്. അതായത് പാകിസ്ഥാൻ സൈനിക മേധാവി അസീം മുനീറിനെ താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ്, രാഹുൽ ഗാന്ധിയുമായി താരതമ്യപ്പെടുത്തിക്കൊണ്ടാണ് ഇതിനെതിരെ BJP നേതാക്കൾ രംഗത്ത് വരുന്നത്. അതായത് ഭായ് ഭായ് എന്ന ബന്ധമാണ് ഇപ്പോഴും ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധി വെച്ചു പുലർത്തുന്നത്. അതായത് എത്ര വിമാനങ്ങൾ തകർന്നു വീണു എന്ന് കണക്ക് ചോദിച്ച രാഹുൽ ഗാന്ധി ഈ വിഷയത്തിലും മൗനം പാലിക്കുന്നതിന് പിന്നിൽ പാകിസ്ഥാനോട് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് എന്നുള്ള അതിരൂക്ഷമായ വിമർശനമാണ് ഇതുമായി ബന്ധപ്പെട്ട BJP നേതാക്കൾ ഉന്നയിക്കുകയും ചെയ്തത്. എന്തായാലും ഇതിനോടകം തന്നെ ഇതുവരെയും കോൺഗ്രസിന്റെ ഒരു നേതാക്കൾ പോലും ഈ വിജയത്തെ ആഘോഷമാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ ഇതിൽ ടീം ഇന്ത്യക്ക് പ്രശംസിച്ചുകൊണ്ട് ഒരു തരത്തിലുമുള്ള പോസ്റ്റുകൾ ഇട്ടിട്ടില്ല എന്നുള്ളതും വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അതായത് അതിൽ രാഷ്ട്രീയമായി കാണുക, ഒപ്പം തന്നെ കളിയെ കളിയായി കാണുക എന്നുള്ളതാണ്. അതിലൊരു തരത്തിലും രാഷ്ട്രീയം വെച്ച് കലർത്താൻ പാടില്ല എന്നുള്ളൊരു തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് കോൺഗ്രസ് ഇത്തരത്തിലുള്ളൊരു നിലപാട് സ്വീകരിച്ചതെന്നാണ് നമുക്ക് പവൻ ഖേര അടക്കമുള്ള നേതാക്കളുടെ വക്താക്കളുടെയൊക്കെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഈ വിവാദങ്ങളൊന്നും തന്നെ കെട്ടടങ്ങുന്നില്ല എന്നുള്ളതാണ് അഭിലാഷ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹസ്തദാന വിവാദം, പിന്നീട് ഓപ്പറേഷൻ സിന്ദൂർ അടക്കമുള്ള ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളൊക്കെ ഈ ഒരു ഏഷ്യ കപ്പിൽ ഉടനീളം വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു. അതിനെതിരെ ICCക്ക് BCC തന്നെ രേഖാമൂലം പരാതി നൽകുന്നത് നമ്മൾ കാണുകയും ചെയ്തു. സൂര്യകുമാർ യാദവിനെതിരെ PCBയും പരാതി നൽകുന്ന സാഹചര്യമുണ്ടായി. അതിന് ഒടുവിലാണ് ഇപ്പോൾ ഈ ഒരു വിവാദവും കൂടി ഇപ്പോൾ രാഷ്ട്രീയവും